കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് LDF-ന് കേരള സർവകലാശാല ചരിത്രത്തിലാദ്യമായി സിൻഡിക്കേറ്റിൽ BJP അംഗങ്ങൾ വിജയിച്ചു. ഡോക്ടർ TG വിനോദ് കുമാർ, PS ഗോപകുമാർ എന്നിവരാണ് വിജയിച്ചത്. കോൺഗ്രസ് ഒരു സീറ്റിലാണ് വിജയിച്ചത്. CPM-ന്റെയോ കോൺഗ്രസിന്റെയോ വോട്ട് BJP അംഗത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. ജിബിൻ JB വിവരങ്ങൾ നൽകുന്നു. ജിബിൻ, പൂർണ്ണമായി കഴിഞ്ഞോ വോട്ടെണ്ണൽ? എങ്ങനെയാണ് റിസൾട്ട്? ഡിവീഷ്, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കമാണ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. ഗവർണറിന്റെ നോമിനികൾ, അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനയുടെ നോമിനികളെ ഉൾപ്പെടെയുള്ള 15 പേരുടെ വോട്ടുകളൊക്കെ തന്നെ കോടതി നേരത്തെ മരവിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. അതായത് ഈ LDF ഇടത് സംഘടനകളുടെ ഇടതനുകൂല 9 പേരാണ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ കോൺഗ്രസിന്റെ ഒരാളും BJP-യുടെ 2 സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചിരിക്കുന്നത്. ഇതിൽ BJP ആദ്യമായിട്ടാണ് കേരള സർവകലാശാലയിൽ ഈ 2 അംഗങ്ങൾ വിജയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ആദ്യം ആഹ്ലാദ പ്രകടനവുമായി ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കേരള സർവകലാശാലയുടെ മുന്നിലേക്ക് എത്തിയത് ഇടതനുകൂല സംഘടനകളായിരുന്നു. ഇവർ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് 2 അംഗങ്ങൾ ജയിച്ച BJP ഇവിടെ പ്രകടനമായി എത്തിയത്. പക്ഷേ BJP അംഗങ്ങൾ ഏകദേശം 1 മണിക്കൂറായി ഇവിടെ അവർക്കും ഈ ഒരു കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് അവർക്കും വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അവർ 1 മണിക്കൂറായി കാത്തു നിൽക്കുന്നു. പക്ഷേ ആദ്യം ഇവിടെ എത്തിയ CPM അനുകൂല സംഘടനകൾ ഇവിടെ നിന്ന് മാറാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദ്യം സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പാണ്. അതും തമ്മിലടിയിലേക്കാണോ പോകുന്നത്, സംഘർഷത്തിലേക്കാണോ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. നിലവിൽ 9 സീറ്റിൽ LDF, 2 സീറ്റിൽ BJP, 1 സീറ്റാണ് UDF-ന് കിട്ടിയിരിക്കുന്നത്. ജിബിനാണ് വിവരങ്ങൾ നൽകിയത്.